ഹായ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മളെ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. 7 മണി കഴിഞ്ഞ് ഡോക്ടറെ എത്തുമ്പോഴേക്കും വേഗം പോയിട്ട് ടോക്ക് എടുത്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ പനിയുണ്ടല്ലേ? അപ്പോസിന് വേറെ ഭാഗത്തേക്കാണ്. എനിക്ക് ആ ഭാഗം അപ്പോസിന് ഈ ഭാഗമാണ്. അപ്പോസിന് കുറേ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, മാറിയെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കാണിക്കൽ നിർബന്ധമാണ്. എന്നെ അത്രയ്ക്കും വയ്യാന്, തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ വിഷുവിനൊക്കെ പടക്കം പൊട്ടിച്ച സമയത്താണെങ്കിൽ പിന്നെ അന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു വന്നു എന്തായാലും ഒരു വയ്യാതെ വന്നു. പക്ഷെ അന്നൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇതിപ്പോ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങോട്ട് വയ്യാതെ വന്നിട്ടുണ്ട്. കുറച്ച് യാത്രയിലാണെന്ന് ഹോസ്പിറ്റലിൽ പോകണ വേറെ സ്ഥലത്ത് പോവാണ്ട് സമയം കുറേട്ടുണ്ട്. പോരട്ടമ്മ അപ്പൊ സാർ വന്നിട്ട് പോട്ടോ. അവിടുന്ന് ടോക്ക് എടുത്ത് പോന്നല്ലേ? പരമ്പയെന്ന് കാണിച്ചത് ഇത്രയും നേരത്തെ എത്തിയപ്പോ ഫസ്റ്റ് ഞങ്ങളെ ടോക്കൺ ആവുന്നേ 21 കിട്ടിയത്. പതിപോലെ 21. ഇനി ഇവിടുന്ന് ഇപ്പോ 8 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് 11 മണിയാണ് ഡോക്ടറെ കാണിക്കാൻ. നമുക്കൊരു സ്ഥലം വരെ പോകണ്ട്, നമ്മളെ എഴുത്തമ്മേരെ വീട്ടിൽ പോകാണ്ട്, കൊണ്ടോട്ടി മുസ്ലിം ഓണാക്കി കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. നമ്മളെ ഡ്രസ്സ് ഉണ്ട് ഇവിടെ, ഒരാൾക്ക് കൊടുക്കാണ്ട് ഡ്രസ്സ്. പോരുന്ന വഴി അപ്പൊ നമ്മൾ ഇനി പോണത് എഴുത്തമ്മേന്റെ വീട്ടിൽ കേട്ടോ. മുസ്ലിം അങ്ങാടിയാണ്. ഇപ്പൊ എഴുത്തമ്മേന്റെ അമ്മ മരിച്ചിട്ട് 16-ാം ദിവസമാണെന്ന്. അപ്പൊ അവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞിട്ട് പോകാനൊക്കെ കരുതിയത്. അപ്പോൾ ടോക്കൺ എന്തായാലും ഇപ്പോൾ ആവൂല. ഞങ്ങൾ നേരത്തെ ഇറങ്ങി, പക്ഷെ എന്നിട്ടും നമുക്ക് നമ്പർ 21 കിട്ടിയത്. അപ്പൊ ഞാൻ അവിടെ പോയി നേരത്തെ വന്ന ആൾക്കാര് ടോക്കൺ തലേ ദിവസം ടോക്കൺ എടുക്കലില്ല, 12 മണിക്ക് ശേഷം എടുത്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും 21 കിട്ടിയ. അപ്പോൾ ഡോക്ടർ വരുമ്പോ തന്നെ 10 മണിയുടെ അടുത്താവും. പിന്നെ എപ്പോഴാ ആവുക? അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഒറ്റ പാർസൽ ഉണ്ട് നമുക്ക് കൊടുക്കാൻ. നമ്മളെ വീഡിയോ കാണുന്ന ആളാണ്. പിന്നെ പോണേക്കെന്താ മിനി ചേച്ചിനെ കാണണ്ട് എന്നും പറയും. നിങ്ങൾ പോകുമ്പോ ഒന്ന് വിളിക്കൊണ്ടു. മറയൂര്. അപ്പൊ ഇനി പോകുമ്പോ ഒന്ന് കാണല്ലേ, പോരുമ്പോ കാണണം. ഇനി മറ്റവരൊന്ന് വിളിക്കാം, മറ്റേ ചേച്ചിനെ വിളിച്ചോക്ക്. പിന്നെ മഞ്ചേരി ഒരാള് ഇങ്ങനെ ഒക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാട്ടോ. ഓരോരുത്തരിങ്ങനെ ഇവിടേക്ക് വരുമ്പോ കാണാന്ന് പറഞ്ഞു നോക്കുമ്പോളേ നമുക്കും വളരെ സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോ. എന്നാ പോയോക്കാം മഞ്ചേരി അങ്ങാടി. മഞ്ചേരി നേരെ പോണം, കൊണ്ടോട്ടി കോഴിക്കോട് റോഡ്. സംഭവം മഞ്ചേരി അങ്ങാടി. നമുക്കതിന് ബൈപ്പാസിൽ കൂടെ പോവാം. ബൈപ്പാസിൽ എളുപ്പം, കുറച്ചുകൂടി എളുപ്പമില്ലേ? ഇവിടെ ട്രാഫിക് ഉണ്ടാവും. ഇവിടെ ചായ എടുക്കാൻ കയറിയല്ലേ? ചൂടുള്ള പൊറാട്ട ചായ കുടിക്കാൻ പോണ. രാവിലെ ഒന്നും കുടിക്കാതെ പോണതാണ്. എന്നാലും വെള്ളാകുമ്പോൾ എത്തിയിട്ട് കേട്ടോ. കൊറേ സമയം പിടിക്കും കിട്ടണമെങ്കിൽ. ഒന്നും കുടിക്കാതെ പോന്നാൽ തന്നെ വയറ്റിലൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്രയും വരെ എത്തിക്കിട്ടന്നെ ഭാഗ്യം. ഛർദിലുണ്ടേ ഭയങ്കര പ്രയാസമാണ്. പിന്നെ രാവിലെ എങ്ങോട്ടും പോണിട്ട് പറഞ്ഞാൽ പിന്നെക്ക് വെള്ളം ഒന്നും കുടിക്കാൻ കഴിയില്ല. അപ്പൊ തന്നെ വായ ഉണ്ടാതിരിക്കലാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ വലിപ്പമുള്ള പൊറാട്ടന് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ പാർട്സൊക്കെ വാങ്ങിണ്ട്, ചിക്കൻ പാർട്സൊക്കെ വാങ്ങി. ഒരു കഷ്ണം മീൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ മേടിച്ചില്ല. മീനാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെ നമ്പർ ഉണ്ടായിരുന്നു കയ്യില്. പക്ഷെ മിസ്സായിട്ട് നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. നമ്മള് ഫോണിലെല്ലാം നോക്കി, പക്ഷെ ആരെ നമ്പറും കാണാനില്ല. ഇവിടെ വരുമ്പോ വിളിക്കാൻ കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷെ ഒന്നും കാണില്ല. ഭയങ്കര കഷ്ടമായി. നല്ല രസമുള്ള സ്ഥലമാണ്. പാടത്തിന്റെ നടുവിലൂടെ അത് കണ്ടിട്ടാണ് എല്ലാ ആൾക്കാരും മീൻ കച്ചവടാണ് കേട്ടോ. ഞാനതാ നോക്കണേ. അതെ, എല്ലാ ആൾക്കാരും ഇവിടെ കക്ക അതില്ല, പക്ഷെ മറ്റേതുണ്ട് അതിന്റെ വലുതുണ്ട്. അതിന്റെ പറയാ
അടുക്കണ്ട്. എനിക്കറിയില്ല എന്റെ ശരിക്കും പേര്. അത് കൊറേ മുൻപ് നമ്മളെ ഏട്ടൻ മണിക്കൂട്ടേട്ടൻ, അതായത് അനിയേട്ടന്റെ ഏട്ടന് ഉള്ള കാലത്ത് കൊണ്ടുവന്നിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ട്. ആ ഓർമ്മയുള്ളൂ. ഇപ്പൊ ഏട്ടത്തിമ്മ പറയും വരുമ്പോ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിക്കാം. നമ്മളെ വീടെത്താനായിട്ടുണ്ട്. നമ്മളെന്താ വെച്ചാലും എല്ലാരെയും കാണിക്കില്ല. നമ്മള് നാള് ചെക്കന്റെ ബർത്ത്ഡേ ഉണ്ട് മോന്റെ, അന്ന് നമ്മൾ എല്ലാരെയും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല, അതുകൊണ്ട് നമ്മളിപ്പോ കാണിക്കുന്നില്ല. അവിടെ പോയി അങ്ങനത്തെ ഒരു ഇതിലല്ല നമ്മള് പോണത് കേട്ടോ. നമ്മള് കാണിക്കട്ടെ, ഇനി നമ്മള് വരുന്നുണ്ട്. പിന്നെ ഒരു സമയം വരുമ്പോ എല്ലാരെയും കാണിക്കാം, കുട്ടികളെയും ഏട്ടമ്മേനൊക്കെ കാണിക്കാട്ടോ. ഇപ്പൊ നമ്മള് ആ പരിപാടിക്കല്ലേ പോണത്. പോയിട്ട് നമ്മള് പെട്ടെന്നേ പോരും. ഭക്ഷണം കഴിക്കാനോ കാര്യത്തിനൊന്നും നിൽക്കണില്ല. കാരണം ഇനിയിപ്പോൾ പോയി വരുമ്പോഴേക്ക് നമ്മളെ ടോക്കൺ നമ്പറൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് 5 ആളെ വീണ്ടും കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ വീടെത്താനായിട്ടുണ്ട്. കുട്ടികൾ മദ്രസന്ന് പോവുകയാണ്. പിന്നെ ഇവിടെ ചെറിയ റോഡാണ് കേട്ടോ. ഒരു വണ്ടി പോയാല് മറ്റേ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. മാറി കൊടുക്കാനുള്ള സ്ഥലമല്ല, ഗ്യാപ്പില്ല. ഇനി അടുത്തൊരു വണ്ടി വരുന്നുണ്ട്, അപ്പൊ നമ്മള് മാറി കൊടുക്കണം. എയർപോർട്ട് തൊട്ടടുത്താണ്. നമ്മള് ഇതുവരെ ഇവിടെ വന്നിട്ട് പോയില്ല. പക്ഷെ എയർപ്ലെയിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. പോയി ഇവിടെ ഒന്നായത് കുന്നുള്ള സ്ഥലമായിട്ട്. അപ്പൊ ഞങ്ങള് പോയി വന്നുട്ടോ. 1 മണിയായി. 1 മണി നമ്മൾക്ക് 2 സ്ഥലത്ത് പോയി വന്നു. നമ്മള് 2-3 സ്ഥലത്ത് കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ ഫോണിന്നല്ലേ നമ്പർ മിസ് ആയിട്ടുണ്ട്. അതാണ് കുറെ ആൾക്കാർക്ക് നമ്മള് മെസ്സേജ് വിടാത്തത്. അതാ മെയില് പോയപ്പോ മെയില് മാറ്റിയപ്പോ അത് പോയ. പിന്നെ ഡോക്ടറെ കണ്ട് പിന്നെ അവിടെ എടമലത്ത് പോയാൽ നമ്മൾക്ക് നമ്മളെ നമ്പറൊക്കെ കഴിഞ്ഞു. പറഞ്ഞ നമ്പറൊന്നും അപ്പുറം പോയിരുന്നു. പിന്നെ മനസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ കയറ്റിയത്. എന്നാലും കഴിഞ്ഞു വന്നോട്ടോ. ഇനിയിപ്പോ അപ്പൂസിനെ കൊണ്ടുപോവാനുണ്ട്. അതിന് 2 മാസം കൂടി ഉണ്ട് ചികിത്സ. അത് 1.5 മാസം 1.5 മാസം കൊണ്ട് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു. തൽക്കാലം ഇപ്പൊ അങ്ങനെയുണ്ട്. ഒരുപാട് വർഷങ്ങളായി കുടിക്കലുണ്ട്, ശരിയായിട്ടില്ല. ഇനിയിപ്പോ വേറെ ചെക്കപ്പ് ഉണ്ട്. ഞാൻ അപ്പൂസിനെ കൊണ്ട് കുറച്ചുകൊണ്ട് പോവാണ്ട്. ഒക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്കതിൽ പറയാൻ മടിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. നാളെ ഞങ്ങൾ അമ്മയും കൊണ്ട് പോകും. അപ്പൂസിന് നമ്മള് സ്ഥിരം കാണിക്കണ അവിടെ കാണിച്ചെങ്കിൽ അപ്പൂസിന് മാറുള്ളൂ. അപ്പൊ ഇനി ഉച്ചക്ക് ഇപ്പൊ എന്തായാലും ഡോക്ടർ ഉണ്ടാവില്ല. ഇനി 3 മണിയാവും തുറക്കണമെങ്കിൽ. അപ്പൊ ഇനിയിപ്പൊ ചോറിനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോവാം. നമ്മള് ഇത് ചിത്തോട്ടം പറിച്ചെന്നാ വാങ്ങിയണേ. എന്താ അവർക്ക് മാങ്ങ ഉണ്ട് അവിടെ. ഇതാണ് നല്ലോണം പഴുത്ത്. അപ്പൂസിന് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിച്ചത് അപ്പൂസിനും കൊടുത്തിട്ടുണ്ട്. എവിടെ അപ്പൂസ് കാണാനല്ലോ. ചോറിണ്ടിട്ടേ പൊറോട്ട കൊണ്ടുവന്നല്ലോ. അപ്പൊ ചോറിന് കണ്ടിട്ട് വേണ്ടാന്ന്. അല്ലെങ്കിൽ പൊറോട്ട ഒക്കെ കാണുമ്പോഴേക്കിനേ എടുത്ത് തിന്നു. അല്ല, ആ മാങ്ങ വേറെ മാങ്ങയാണ്. എന്തോ പേരെന്നറിയില്ല. ഇത് ഉണ്ടോ നല്ലൊരു മണമുള്ള ഒരു പ്രത്യേക മണം. വായന വെള്ളം വരെയാണ്. അപ്പൂനും അത് എല്ലാ വർഷവും മാങ്ങ തിന്നുമ്പോ ഓരോ പുഴുവിന്റെ ചുണ്ടും കൂടെ പോലുണ്ട്. ഇപ്രാവശ്യം പോയിട്ടില്ല. മാങ്ങ തിന്നുമ്പോ മാങ്ങ കിട്ടിയിട്ടില്ലല്ലോ. പുഴ മാങ്ങ കിട്ടിയിട്ടില്ല. മാങ്ങയുടെ വാണിയമ്പലത്ത് പോയ മാങ്ങ അപ്പുറത്തെ വീട്ടില് മാങ്ങ കിട്ടാൻ കൊണ്ടുവന്നില്ലേ. അതേമാതിരി പോയാ കിട്ടും. നമുക്കിപ്പോ മൂച്ചിയില്ല. ഇനി ഉണ്ടാകട്ടെ. നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ ശരിയായി. അപ്പൊ നമുക്ക് മാങ്ങ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. നല്ലോണം പഴുത്തിട്ടുണ്ട്. അതാണ് ഞാൻ സൂക്ഷിച്ച് നോക്കുന്നത്. വല്ല ജീവനക്കാരുണ്ടോ ഇതില് നോക്കിയതാണ്. ജീവനക്കാര് നല്ലോണം വിളിഞ്ഞാല് വരും. നാളേക്കാവുമ്പോ മാങ്ങ പഴുക്കൊന്നും വേണ്ട, അതിന്റെ മുമ്പേ തന്നെ ഉണ്ടാവും. അവള് ഇത് അപ്പൂസ നോക്ക പുഴുണ്ടാവും. ട്യൂഷൻ തുടങ്ങിയിട്ട് അപ്പൂസ് ആദ്യമായിട്ടാ പോകുന്നത്. അതിന് ഒരിക്കലേ എല്ലാം കൂടി വരുന്ന്. എന്നിട്ട് നാളെ എഴുതല് പഠിക്കണ്ടാവും. അപ്പോ പോവാൻ ഞാൻ വയ്യാതെ എങ്ങനെ പോവാ? സുഖമില്ല, ഞാൻ ആരും പോവില്ലല്ലോ. ഇതാണ് നമ്മൾ കാണിക്കണേ. എങ്ങനെ കഴിക്കാ? ഇത് ഉപ്പ് തിരുമ്മ, കുരുമുളക്
കുരുമുളക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അമ്മ കേട്ടാ ഇതൊക്കെ ഇവിടെ റെഡിയാണേ അമ്മ പോണണ്ട കുരുമുളക് ഉപ്പൊക്കെ അവിടെ റെഡി ആയിരുന്നു. അമ്മക്ക് കണ്ണ് കണ്ടിട്ടില്ല ഞമ്മളെ കൊണ്ടൊന്ന് വെച്ചത്. അമ്മ ഞാൻ ബോർഡ് ഉണ്ട് മഞ്ചേരി മഞ്ചേരി അത് ഇവിടെ ചോദിച്ചോക്കണം എന്താ വെച്ചാ കണ്ണാശുപത്രി ആയിട്ടുണ്ടേ. മഞ്ചേരി നല്ല കണ്ണാശുപത്രി അറിയുന്ന ആൾക്കാരല്ലേ? അത് പറയണം നിന്റെ മനസ്സിൽ വന്നിരുന്നു. കണ്ണാശുപത്രി ഇൻഷൂർ എടുക്കണം കേട്ടോ. ഇൻഷൂർ എടുക്കണം. പിന്നെ നല്ല കണ്ണ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പക്ഷെ തിമിര ശസ്ത്രക്രിയ നടക്കുന്ന ഹോസ്പിറ്റല് എന്താ ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ മഞ്ചേരി നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ, കൊറേ കുടുംബക്കാരുണ്ട്. പിന്നെ കണ്ണിൻ്റെതായിട്ടുള്ളതൊക്കെ ചിലരൊക്കെ ഇങ്ങനെ കുറെ നമുക്ക് അറിയണത് തന്നെയാണ്. കോയമ്പത്തൂരോ അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ നമുക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. യാത്ര നമുക്ക് ഇവിടുന്നൊക്കെ പോവണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമ്മളെ ശോഭ ചേച്ചിക്ക് പറഞ്ഞു തന്നേനും അങ്ങനെ കോയമ്പത്തൂരിക്ക് കൊണ്ടുപോകാൻ. അവിടെ എടുത്ത് അവിടേക്കില്ലേ നല്ല അവിടെ എടുത്ത് അവിടെ നമ്മുടെ ഈ ഓപ്പറേഷത്തിനല്ല ബുദ്ധിമുട്ട്, യാത്രയാണ്. തിമിര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീരും. അതിന് കുടിക്കല്ലേ തണുത്തല്ലേ. അത് കണ്ണോ പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടേ മാറും. അതൊരു പ്രശ്നമേ അല്ല എന്നാ പറയണത്. എല്ലാവരും പറയണത് തിമിര എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ ചെല്ലേണ്ടതും അവിടുത്തെ പ്രശ്നങ്ങളും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് വലിയതാണ് ഇപ്പൊ നമുക്ക് ഇത് ഉള്ളത്, അതുകൊണ്ടാണ്. പക്ഷെ മഞ്ചേരി ഉണ്ട് അതിനായിട്ടുള്ള തിമിരം ശസ്ത്രക്രിയ നടക്കുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പോവാ. അവിടെ ഇൻഷൂർ കാർഡൊക്കെ ഇന്ന് മഞ്ചേരി കൂടെ നമ്മള് ചുറ്റി കറങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ കണ്ണ് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പോ ഞാന് ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അറിയണ ഒരുപാട് ആൾക്കാർക്ക് അറിയണുണ്ടാവും നല്ല ഹോസ്പിറ്റൽ അങ്ങനത്തെ അറിയണൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഈ മാങ്ങ ഉണ്ടല്ലോ, എനിക്ക് വണ്ടിയിൽ നിന്ന് തന്നെ തിന്നാനേന്ന് പൂതി. പക്ഷെ ഇത് കഴുകിയതില്ല. അപ്പൊ ചിത്തു നേരത്തെ വരെ കുട്ടി വേഗം വണ്ടിക്ക് കവറിലാക്കിയിട്ട് തന്നതേന്നു. അപ്പൊ കഴുകാനൊന്നും നേരം കിട്ടില്ല. കാരണം ഹോസ്പിറ്റലിലേക്ക് ഇത് കാണിക്കേണ്ടതല്ലേ മനസ്സ് മുഴുവനും. അപ്പൊ പിന്നെ അത് കഴുകാനൊന്നും നിന്നില്ല. പിന്നെ വണ്ടിയിൽ ഇരുന്നപ്പോഴാണ് ഇത് എടുത്ത് ഇങ്ങനെ തിന്നാനിരുന്നത്. കാരണം വണ്ടിയിൽ ഇതിന്റെ മണം ഇങ്ങനെ വരിക. അപ്പൊ ഒരു സമാധാനം ഉണ്ടെങ്കിൽ അവിടെ മാങ്ങണ്ട് മൂച്ചിന്റെ എന്നിട്ട് ചിത്ത ഇറങ്ങിയാണ്. കുഞ്ഞച്ചനെ കല്ലെടുത്ത് എറിയാൻ കഴിയോ കുഞ്ഞമ്മ മാങ്ങയ്ക്ക്. അപ്പൊ എറിഞ്ഞു വീഴ്ത്താൻ പോയ സ്ഥലത്ത് കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. അങ്ങനെ ഒരു കുന്നിന്റെ മോളാണ്. അങ്ങോട്ട് ഇപ്പൊ നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ തന്നെയാവും നമ്മളെ യാത്രകൾ കൂടുതൽ. സുഖല്ലേ പൂസ? കുരുമുളക് പൊടി നമുക്ക് കുരുമുളക് പൊടി ഉണ്ടാ നമ്മളെ കുടിരിക്കലിന്റെ. പിന്നെ നമ്മളെ നാളത്തെ വിശേഷം വീഡിയോ നമുക്ക് വിശേഷപ്പെട്ട വീഡിയോ ആണ് നാളെ നമ്മള് കാണിക്കണ്ടല്ലേ. എന്തൊക്കെ ഇട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്നെ പറയാൻ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ അപ്പൊ കുരുമുളക് ഇടുക. കുരുമുളക് പൊടിയും ഉപ്പും കൂട്ടിയിട്ട് മാങ്ങ ഉപ്പ് തിരുമ്പ് കൈ കൊണ്ട് കാട്ടിയാല് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? നല്ല കയ്യാണ്, നല്ല കയ്യാണ്. ഇങ്ങനെ കേട്ടോ അല്ലേ? സ്പൂൺ കൊണ്ട് മുളക് പൊടി മുളക് പൊടി ഉണ്ടല്ലോ. അപ്പൂന് അതേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട, ഞാൻ ഈ മാങ്ങിയാണ് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൂന് ഇങ്ങനത്തെയൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഒരു മാങ്ങ പറിക്കാൻ വരലില്ലേ നിങ്ങൾക്ക്? ഒരു പറിക്കാൻ വന്നിട്ട് വന്നതന്നെയാണ് വേണമെങ്കിൽ ഇത്. അല്ല കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ടാവില്ല അപ്പൊ അതല്ലേ. പിന്നെ ഇപ്പൊ വിരുന്നുകാരൊക്കെ അവിടേക്ക് വരുന്ന വിരുന്നുകാരൊക്കെ മാങ്ങയും കൊണ്ടുതന്നെയാ വരുന്നത്. അപ്പൊ ഒരു മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും. സമാധാനല്ല, വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. എന്താണ് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ ഒന്ന്. കുറച്ച് വെളിച്ചെണ്ണ ആക്കണ്ട, ചൂടാണ്.
അപ്പം അച്ഛമ്മ തന്നേ ഇങ്ങനെ മാങ്ങ ഏത് മാങ്ങയും കൊണ്ടുവന്ന് ഉപ്പരും കിട്ടോ പുഴുണ്ടോ പുഴുങ്ങനെ കഴിക്കാൻ കാണൂലല്ലോ ഏത് മാങ്ങ ഇട്ടേക്കും മുറിച്ചാണ്ട് അപ്പം വരുമ്പോൾ കുരുമുളകിൻ്റെ ഓടിയിട്ട് അടിപൊളി നമ്മൾ കഴിക്കണം. ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ വർഷം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ പെരുമ്പിട്ട്. ഇല്ല കഴിഞ്ഞ വർഷം കിട്ടിയില്ല ഇതിപ്പോ തിരുമ്പിയതോ പക്ഷെ കൂട്ടത്തില് അപ്പോ വേണ്ട ടേസ്റ്റ് നോക്കിക്കടാ. അപ്പൊ നമുക്ക് ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല നമ്മളെ വിശേഷം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. വർത്താനം പറഞ്ഞങ്ങനെ ഇങ്ങനെ ആയി എന്നും കുക്കിംഗ് ആയാലും ചക്കയും കൂരും മുരിങ്ങക്കല്ലേ കാണിക്കാള്. അപ്പൊ എല്ലാവർക്കും ബോറടിക്കും. അപ്പൊ ഇനി നമുക്ക് 2-3 ദിവസം യാത്രയാണ്. ഇന്നത്തെ സ്പെഷ്യൽ കടിത്തരാ. എന്താ അമ്മ ചക്കയും മുരിങ്ങി നടപ്പളേ ഒന്നും കൂടി കാണിച്ചാലോ വിചാരിച്ചു. ചക്കി അല്ല ചക്കക്കുരു മുരിങ്ങി. ഇന്ന് ചക്കക്കൂട്ടാൻ ഇതില്ലാത്ത പരിപാടി ഇല്ല കേട്ടോ. ഇനി ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു ചക്ക എന്റെ കഷ്ണം കിട്ടിയാലും അതിന്റെ കുരു. ഇന്നലെ പിന്നെ നമ്മളൊരാള് പറഞ്ഞിരുന്നു കമന്റില് ചക്ക ഉള്ളപ്പോഴല്ലേ നമുക്ക് ചക്കനെ കുറിച്ച് ഇടാനും ചക്കനെ കുറിച്ച് പറയാനും ചക്ക കാണിക്കാനൊക്കെ പറ്റുള്ളൂ. അതൊരു കാലത്തല്ലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കാണിക്കും? അപ്പൊ ഏറൊരു ധൈര്യമായി ചക്കനെ കാണിക്കാന്. എന്നേലും ചക്ക കിട്ടുന്നുള്ളൂ. അപ്പൊ എന്നാ ശരി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നാളെ കാണാല്ലേ. ആർക്കും ബൈ.